ഒരു നാടിൻ്റെ ചിരകാല സ്വപ്നം പെരുമ്പളം പാലത്തിലൂടെ യാഥാർത്ഥ്യമായത് കഴിഞ്ഞ ദിവസമാണ്. ആ സന്തോഷം പെരുമ്പളം ദ്വീപിലെ മുക്കിലും മൂലയിലും കാണാം. പക്ഷേ നാടിൻ്റെ വികസന മുന്നേറ്റത്തിനൊപ്പമെത്താൻ പെരുമ്പളത്തിന് ഇനിയും ഏറെ കാര്യങ്ങൾ ആവശ്യമാണ്. എന്തെല്ലാമാണ് ദ്വീപുകാർക്ക് വേണ്ടത്? കൂടുതൽ സൗകര്യങ്ങൾ എത്തിച്ചേരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പെരുമ്പളത്തിന് ഇനിയുമുണ്ട് സ്വപ്നങ്ങൾ. കുറെ മനുഷ്യരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വെള്ളി വെളിച്ചം പോലെ കിടക്കുകയാണ് പെരുമ്പളം പാലം. ഇനി പെരുമ്പളത്തുകാരുടെ വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ആ ദ്വീപിലേക്കാണ്, ആ കാഴ്ചകളിലേക്കാണ്. പെരുമ്പളം പഞ്ചായത്ത് 14 വാർഡുകളിലായി 12,000-ഓളം ആളുകൾ താമസിക്കുന്നു. പെരുമ്പളം ഒരു ദ്വീപാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത യാത്രാക്ലേശത്തിന്റെ ദുരിതം സമയത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രിയപ്പെട്ടവർ വിട പറഞ്ഞതുവരെ ഇവിടുത്തെ ഓരോ ആളുകൾക്കും വേദനിക്കുന്ന അനുഭവങ്ങളായി പറയാനുണ്ട്. ഇതുപോലൊരു സന്തോഷം ഇനി വീണ് കിട്ടാനില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ അച്ഛനെയൊക്കെ ഞങ്ങൾ പാടില്ലാണ്ട് ഞങ്ങൾ എടുത്തണ്ടാ പോയി. വഴിയില്ല, കണ്ടുവരുന്നു, ഇങ്ങനെ ചവിട്ടിയ താന്നു പോകുമായിരുന്നു. പിന്നെ ഞങ്ങൾ ചെമ്മീൻ കിളാനൊക്കെ പോയിട്ടുണ്ട്. വള്ളമൊക്കെ മറിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ജീവിച്ചത്. ഇപ്പം ഞങ്ങൾക്ക് സുഖമായി. ഇതാണ് പെരുമ്പളം ദ്വീപ്. അതിമനോഹരമായ ഒരു ഗ്രാമഭംഗിയുടെ ശുദ്ധി ഇവിടെ ആകെ കാണാം. എന്താണ് ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഇനി ആവശ്യമുള്ളത്, പറയാനുള്ളത്? പാലമില്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും കാലം ഇങ്ങോട്ടേക്ക് ബസ്സുകൾ ഉണ്ടായിരുന്നില്ല. ഇനിയെല്ലാം ദ്രുതഗതിയിൽ വേണമെന്ന ആവശ്യം നാട്ടുകാർ പറയുന്നു. പൊളിഞ്ഞ റോഡുകൾ നവീകരിക്കണം, ഇടുങ്ങിയ റോഡുകൾ സ്ഥലം ഏറ്റെടുത്ത് വികസിപ്പിക്കണം. അങ്ങനെ പെരുമ്പളത്തെ മൊത്തം റോഡ് ഇത് കുറവാണ്, വീതി കുറവാണ്. അപ്പൊ നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള സംഗതി ക്ലിയർ ആക്കുക, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇനിയുള്ള ആവശ്യം ഞങ്ങൾക്ക്. അപ്പുറം ഇപ്പുറവും സ്ഥലം എടുത്തുകൊണ്ട് റോഡിന് കംപ്ലീറ്റ് വീതി കൂട്ടിക്കൊണ്ട് പിന്നെ നമ്മളെ ഈ യാത്രാക്ലേശം പരിഹരിക്കുക. ഇപ്പൊ വന്ന ബസ്സുകളൊന്നും തിരിഞ്ഞങ്ങോട്ട് പോയിച്ചു ഒടിഞ്ഞിങ്ങ പോരിയല്ല. പൂത്തോട്ടെ പാലം വന്നു കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം ഇവിടെ എത്തും. അതുപോലെ ഒരു സൗകര്യം നമുക്ക് ഉണ്ടാക്കി തന്നാൽ പെരുമ്പളം വികസിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ മഴവിൽ അഴകിൽ പെരുമ്പളം പാലം വന്നതുപോലെ എറണാകുളം ജില്ലയിലേക്ക് എത്താവുന്ന പൂത്തോട്ടം ഭാഗത്തു നിന്നുള്ള പാലവും വരണം. അത് 2ാം ഘട്ടത്തിലാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. കിഴക്കുപുറത്ത് പാത്രക്കടവ് പെരുമ്പളം ആയിട്ടൊരു പാലം കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എറണാകുളം അതുപോലെ തന്നെ കോട്ടയം ജില്ലയുമായിട്ട് ഒരുപാട് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കും നമുക്ക്. അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ട് പെരുമ്പളത്ത് ഒരു ടൂറിസം മേഖല തന്നെ, ടൂറിസത്തിന് വളരെ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ പാലവും യാഥാർത്ഥ്യമായാൽ കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളുടെ ഒരു സംഗമ സ്ഥലമായി പെരുമ്പളം ദ്വീപ് മാറും. അത്രത്തോളം ടൂറിസം സാധ്യതകളുമുണ്ട്. പാലത്തിൽ നിന്ന് വേമ്പനാട്ടുകായൽ കാണാൻ, ദ്വീപിലേക്ക് പോയി ശാന്തമായ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്ന് കരകയറി പെരുമ്പളത്തുകാർ സ്വപ്നം കാണാൻ തുടങ്ങുകയാണ്. പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്, റോഡുകൾ വികസിക്കുന്നത് എല്ലാം ഇവിടുത്തെ ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി ഇനിയും പഠിക്കേണ്ടതുണ്ട്, അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. സർക്കാരിന് കഴിയട്ടെ. മാഹിനൊപ്പം വിപിൻ സി വിജയൻ, 24 പെരുമ്പളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.